സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാൻ ആഘോഷ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കാൻ മടി കാണിക്കില്ല. കരുത്തോടെ മുന്നോട്ടു പോവുകയാണ് രാജ്യമെന്നാണ് നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന്റെ 47ാം വാർഷികം ബുധനാഴ്ച ഇറാൻ ആഘോഷിക്കുമ്പോഴും രാജ്യത്തിന്റെ ദിവ്യാധിപത്യം സമ്മർദ്ദത്തിൽ തുടരുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഡാസ്റ്റിലേക്ക് മറ്റൊരു വിമാനവാഹിനി കപ്പൽ സംഘത്തെ അയക്കാൻ നിർദ്ദേശിച്ചതും രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്കെതിരായ അവരുടെ രക്തരൂക്ഷിതമായ അടിച്ചമർത്തലിനെ പൊതുജനങ്ങൾ രോഷത്തോടെ അപലപിച്ചതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇറാന്റെ ദീർഘകാല പരുന്തായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുതിയ ആണവ ചർച്ചകളിൽ ടെഹ്റാനുമായി ഉണ്ടാക്കിയ ഏതൊരു കരാറിലും ഏറ്റവും കർശനമായ വ്യവസ്ഥകളിലേക്ക് US-നെ തള്ളിവിടാൻ വാഷിംഗ്ടൺ സന്ദർശിച്ചപ്പോൾ ചൊവ്വാഴ്ച രാത്രി പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിലാണ് ട്രംപ് ഈ നിർദ്ദേശം നൽകിയത്. ഈ പുതിയ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച ഒമാനിലേക്ക് പോയതിനു ശേഷം ഒരു ഉന്നത ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ബുധനാഴ്ച ഖത്തർ സന്ദർശിക്കാൻ പദ്ധതിയിട്ടു. ദിവ്യാധിപത്യത്തെയും അതിന്റെ 86-കാരനായ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെയും പിന്തുണയ്ക്കാൻ ബുധനാഴ്ച രാജ്യത്തുടനീളം തെരുവിലിറങ്ങുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനിൽ പ്രക്ഷേപണം ചെയ്തു. എന്നാൽ ചൊവ്വാഴ്ച രാത്രി സർക്കാർ സ്പോൺസർ ചെയ്ത വെടിക്കെട്ട് ഇരുണ്ട ആകാശത്തെ പ്രകാശിപ്പിച്ചപ്പോൾ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ആളുകളുടെ വീടുകളിൽ നിന്നും ഏകാധിപതിക്ക് മരണമെന്ന ആർപ്പുവിളികൾ സാക്ഷികൾ കേട്ടു. അനുസ്മരണ ചടങ്ങുകൾ കർശന നിയന്ത്രണത്തിലാണ്. 12 ദിവസത്തെ ഇറാൻ-ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ US ബോംബിട്ട് തകർത്തതിനു ശേഷം ജൂണിൽ ഇറാൻ ആക്രമിച്ച ഒരു പ്രധാന US സൈനിക കേന്ദ്രം മിഡിൽ ഈസ്റ്റ് രാജ്യത്തിന് ആതിഥേയത്വം വഹിക്കുന്നു. പേർഷ്യൻ ഗൾഫിൽ ഒരു വലിയ കടൽത്തീര പ്രകൃതിവാതക പാടം പങ്കിടുന്ന ഇറാനുമായി ഖത്തർ മുൻകാലങ്ങളിൽ ഒരു പ്രധാന ചർച്ചക്കാരനായിരുന്നു. റഷ്യൻ സ്റ്റേറ്റ് ചാനലായ RT-യോട് സംസാരിച്ച ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ടെഹ്റാൻ ഇപ്പോഴും അമേരിക്കക്കാരിൽ പൂർണ്ണ വിശ്വാസമില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണ ഞങ്ങൾ ചർച്ച നടത്തിയപ്പോൾ കഴിഞ്ഞ ജൂണിൽ ഞങ്ങൾ ചർച്ചകളുടെ മധ്യത്തിലായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളെ ആക്രമിക്കാൻ തീരുമാനിച്ചു. അത് ഞങ്ങൾക്ക് വളരെ മോശം അനുഭവമായിരുന്നു. ഇറാന്റെ ഉന്നത നയതന്ത്രജ്ഞൻ പറഞ്ഞു. ആ സാഹചര്യം ആവർത്തിക്കരുതെന്ന് ഞങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. ഇത് പ്രധാനമായും അമേരിക്കയുടെ തീരുമാനമാണ്. ഇറാനെ ഒരു കരാറിലേക്ക് സമ്മർദ്ദത്തിലാക്കാനും ട്രംപ് തീരുമാനിച്ചാൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ആക്രമിക്കാൻ ആവശ്യമായ ഫയർ പവർ ഉണ്ടായിരിക്കാനും അമേരിക്ക വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവ മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിനകം ലിങ്കണിനോട് വളരെ അടുത്തെത്തിയ ഒരു ഡ്രോൺ US സേന വെടിവെച്ച് വീഴ്ത്തി. പേർഷ്യൻ ഗൾഫിന്റെ ഇടുങ്ങിയ വായ്ത്തലയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാനിയൻ സൈന്യം നിർത്താൻ ശ്രമിച്ച US പതാകയുള്ള ഒരു കപ്പലിന്റെ സഹായത്തിനെത്തി. ഏത് കപ്പലാണ് പോകേണ്ടതെന്ന് വ്യക്തമല്ല. US നേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം USS ജോർജ് HW ബുഷ് വിർജീനിയയിലെ നോർഫോക്ക് വിട്ടുപോയി. വെനിസ്വേലൻ നേതാവ് നിക്കോളസ് മഡൂറോയെ പിടികൂടിയ US സൈനിക ആക്രമണത്തിനു ശേഷവും USS ജെറാൾഡ് R. ഫോർഡ് കരീബിയയിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.